ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നൊരു പുതിയ ഗെയിം കളിക്കാൻ പോവാണ്. സോ ഗൈസ്, നിങ്ങൾ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇതൊരു നല്ലൊരു ഗെയിമാണ്. സോ ഞാൻ കളിച്ചിട്ടുള്ളൊരു ഗെയിമാണ്. സോ നിങ്ങളടുത്ത് ഞാൻ പരിചയപ്പെടുത്താം. സോ ഇതിന്റെ പേര് പേ ബാക്ക് 2 എന്നാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗെയിമാണ്. മീൻസ് ഇത് നമ്മുടെ GTA 5 ഒക്കെ പോലുള്ള ഒരു ഗെയിമാണ്. സോ GTA ഏകദേശം അതേപോലൊരു ഗെയിമാണ്. സോ പറ്റുമോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് അറിയിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമുക്ക് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഗെയിം നമ്മൾക്ക് ഓരോ സ്റ്റോറീസ് ആയിട്ടും പിന്നെ നമുക്ക് ക്യാമ്പയിനും മീൻസ് ഇത് നമുക്ക് ഓരോ മിഷൻ ആയിട്ടൊക്കെയാണ് വരുന്നത്, നമ്മുടെ ഗെയിം പ്ലേ വരുന്നത്. സോ ഇത് നമുക്ക് ഇത്രയും മിഷൻ ഉണ്ട്. സോ അതിന് മുമ്പേ ഇതിനകത്ത് നമുക്ക് ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യാം. സോ ഇപ്പൊ എന്റെ ക്യാരക്ടർ ഇതാണ്. ഇത് നമുക്ക് മാറ്റണം. ഓക്കെ, ഹൈറ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യമേ നമുക്കൊരു മുടി വേണം. ഇവന് ഫേഷ്യൽ ഹെയർ ഗോട്ടി, നമുക്ക് ഗോട്ടി വേണ്ട, നമുക്ക് വേറെ വേണ്ട. ഇത് വേണ്ട, ഗോട്ടി വേണ്ട. നമുക്ക് ഗോട്ടി സുഖം വരും. ഓക്കെ, ഇത് കിടക്കട്ടെ. ഹെയർ ടൈപ്പ് ഓക്കെ, മീഡിയം മതിയല്ലോ. എല്ലാം വേണ്ട, മീഡിയം മതി. ഓക്കെ, ഹെയർ അല്ല, എല്ലാം ബ്ലാക്ക് കളർ. സെറ്റായി. ജീവനെ നോക്കട്ടെ. ഓക്കെ, സെറ്റായി, എല്ലാം സെറ്റായി. പിന്നെ നമുക്ക് ക്ലോത്തിങ്. സോ ക്ലോത്തിങ് നമുക്കൊരു കാര്യം ചെയ്യാം. ടീഷർട്ട് നോക്കട്ടെ. ഇതെല്ലാം നമുക്ക് പൈസ എടുക്കാൻ വേണ്ടി. അപ്പോൾ കുഴപ്പമില്ല, ഇത് മതി. അപ്പോൾ എല്ലാം സെറ്റാണ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോറി ലെവലിൽ തുടങ്ങാം. സോ റെഡി ഓർ നോട്ടാണ് ഫസ്റ്റ്. സോ നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ 2 മില്യൺ അടിക്കണം. മീൻസ് 2 മില്യൺ പ്രൈസ് അടിക്കണം. മണി ഇതിനകത്ത് ഡോളറാണ്. 2 മില്യൺ അടിക്കാനായിട്ട് ഇതായി ഫോൺ കണ്ടോ. അപ്പം ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മിഷൻസ് കിട്ടും. നോക്കിക്കോ. സോ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഓരോ വണ്ടിയൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം. സോ ഇതിനകത്ത് ഒത്തിരി സൂപ്പർ കാർസ് ഒക്കെ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, ലംബോർഗിനിയുടെ ഒക്കെ സൈഡിൽ ഇത് കണ്ടോ. ഇത് നമ്മുടെ സുസുക്കിയുടെ വാഗണാറൊക്കെ പോലിരിക്കുന്ന കുറച്ച് വണ്ടികളൊക്കെയാണ് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഇങ്ങനെ വെപ്പൺസും ഉണ്ട്. സോ ഈ ഒരു സൈഡിൽ പിസ്റ്റൽ ഒക്കെ കണ്ടല്ലോ. സോ ഇതാണ്ടേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇങ്ങനെ ഷൂട്ട് ചെയ്തത് ജസ്റ്റ് പ്രാക്ടീസ് ആണിത്. സോ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഗ്രനേഡ് വെച്ചുള്ള പ്രാക്ടീസാണ്. സോ ഈ മിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മണി കിട്ടും. അങ്ങനെ നമ്മൾ ഓരോ മിഷൻ ചെയ്ത് നമ്മൾ 2 മില്യൺ അടിക്കണം. ഓക്കെ, സോ നമുക്കിപ്പോൾ 199K ആയിട്ടുണ്ട്. സോ 1.3K ആയിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ മിഷൻസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പൈസ എടുക്കണം. അങ്ങനെ 2 മില്യൺ അടിക്കുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് മറ്റേ ക്യാമ്പയിനിലോട്ട് പോകാം കേട്ടോ. അവിടെയും ഇതേപോലെ കുറേ സംഭവങ്ങളാണ്. സോ അടുത്ത മിഷൻ വന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിപ്പം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പോലീസ് വരും. ഇവരെ കൊന്നതാ ഇവിടെ നിങ്ങളുടെ സംഭവം കണ്ട മേളില് ലെഫ്റ്റ് സൈഡിൽ. സോ ആ സാധനം ഇങ്ങനെ വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട്. ഒരു സ്റ്റാറൊക്കെ കണ്ട നമുക്ക് നടുക്ക് വെക്കാവേ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തോണ്ട് പോവാം. നിങ്ങൾക്ക് അതിന് മുമ്പ് ഇതാണ് ലംബോർഗിനി. ഇതാണ് നമ്മൾ ഇതിനകത്ത് ലംബോർഗിനി. മനസ്സിലായോ? ഓക്കെ, സോ നമുക്ക് അടുത്ത മിഷൻ ചെയ്യാൻ പോവാം. അവിടെ ബസ്സൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ആക്സിഡന്റ് ഒക്കെ നടക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത മിഷൻ എന്ന് പറയുന്നത് ഒരു വണ്ടിയുണ്ട്, റേസിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇത് ടൈമർ സ്റ്റാർട്ട് ചെയ്യും. സോ റേസ് ആണ് കേട്ടോ, നമുക്ക് ടൈം ഉണ്ട്. സോ നമുക്ക് നേരെ വിടാം. ഓക്കെ, അവിടെ ഇറക്കി.
സോ ഗൈസ് ഈ ഒരു നമ്മുടെ ആ പൈസ കാണിക്കുന്നതിന് താഴെ നമുക്ക് ടൈമർ ഉണ്ടോ നിങ്ങൾ? സോ അത് തീരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഓക്കെ, ഓണൊക്കെ അടിക്കാൻ പറ്റും. ഓക്കെ, ഇത് ലംബോർഗിനി. നമുക്ക് എന്തായാലും കിട്ടുക, നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കാം. സോ പിന്നെ ഇതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആണെന്നല്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലീസ് വരും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. സോ ഈ ഗെയിം പറ്റുന്നവരെല്ലാവരും ഒന്ന് കളിച്ചു നോക്കുക. GTA 5 കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെടും. ബട്ട് എക്സാക്ട്ലി അതാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. സോ അത്രയ്ക്ക് സ്റ്റോറി ഒന്നും ഇതിനില്ല. മീൻസ് എന്താ പറയുക, അത്രയ്ക്ക് വലിയ സ്റ്റോറി ആയിട്ടൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ ഈ മിഷൻസ് ഒക്കെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് അടുത്ത മിഷൻ നമുക്ക് അവിടെ നിന്നെന്തോ ഓക്കെ, ടാക്സി എടുക്കാനാണ് കേട്ടോ. നമുക്ക് ടാക്സി കൊണ്ടിട്ട് ഇവിടെ റോബ്സ് ഗ്യാരേജ് അവിടെ കൊണ്ടുവന്നിടണത്. ഓക്കെ, പോലീസ് ഉണ്ട് കേട്ടോ. നമ്മള് കാർ ഹൈജാക്ക് ചെയ്യുന്നത്. നമുക്ക് അടുത്ത റോബിന്റെ ഗ്യാരേജിൽ കൊണ്ടുപോകണം. നിങ്ങൾക്ക് പിന്നെ ഇതിനകത്തൊരു പോർഷ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അപ്പുറത്ത് നിന്ന് ഇപ്പൊ വരും പോർഷ. അതാണ്ട് ഈ റെഡ് ഇതാണ് പോർഷ. ഇതാണ് പോർഷ. ഇതാണ്ടേ. ഓക്കെ, ടാക്സി നിറയെ പണി കിട്ടുക, അതുകൊണ്ട് നമ്മൾ ടാക്സി ഇനി ഇറങ്ങുന്നില്ല. നമുക്ക് നേരെ കൊണ്ട് റോബിന്റെ ഗ്യാരേജിൽ കൊടുക്കാം. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ഓരോ ഇതിനും ഓരോ പേരൊക്കെ ഉണ്ട്, ഈ ഓരോ വണ്ടിക്കൊക്കെ. സോ അതൊക്കെ എനിക്ക് കറക്റ്റ് അറിയില്ല പേരൊന്നും, ബട്ട് ചിലതിൻ്റെ ഒക്കെ അറിയാം. ഇത് ടാക്സിയാണെന്നറിയാം. പിന്നെ അയ്യോ പണി പോലെ ഇതാണ് ഗ്യാരേജ് തോന്നുന്നു. അടുത്ത് വരുന്നുണ്ടേ. നമുക്ക് ബെസ്റ്റ് എടുത്താലോ? അല്ല കേസ് നമ്മുടെ ലംബോർഗിനി മറ്റേ ലംബോർഗിനി ഇതിന്റെ പേര് ഇതിനകത്ത് വേറെ എന്താ X5 പണിയിട്ട് പിന്നെയും പണിയിട്ട് ആവശ്യമില്ല. ഓക്കെ, ഇത് X5 എന്തുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാം. കേറാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, ഇതാണ്ട് ഇതാണ് കേട്ടോ സ്പീഡോമീറ്ററിന് എടുത്തല്ല X55O0R. ആ സ്പീഡോമീറ്ററിന് എടുത്ത് കാണിക്കും നമ്മൾ കയറുന്ന സമയത്ത്. സോ നമുക്ക് വേറെ എന്തോ പണിയുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് കാറ് കത്തിച്ചളയാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒത്തിരി പ്രാവശ്യം നമ്മളെ കൊണ്ട് ഇടിക്കുക അല്ലെങ്കിൽ ഇതാണ്ട് ഇപ്പൊ ഇങ്ങനെ നമ്മൾ കുറെ നേരം ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ കത്തും. ഇപ്പൊ കത്ത് ഓക്കെ ഇതാണ്ട് കത്തും, ഇങ്ങനെ പൊട്ടുകയും ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത മിഷൻ നമുക്ക് 22 സെക്കൻഡേ ഉള്ളൂ. ഇല്ല കുഴപ്പമില്ല, ഒത്തിരി ദൂരം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഒത്തിരി ദൂരമില്ലേ, ഇവിടെ ആണ്. ഓക്കെ ഇല്ല കയറി അടുത്തത്. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയുന്നില്ല. അയ്യോ നമ്മളെ പോലീസ് പിടിച്ച്. സോ നമ്മൾ ബസ്റ്റഡ് ആയിട്ടുണ്ട്. സോ അത് കുഴപ്പമില്ല. ഈ എന്തായാലും നമ്മളിതൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ഇതിനകത്ത് പോവാം. ഓക്കെ, സോ നമുക്ക് ഇതുണ്ടോ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഒരു കളി കളിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ ഇതിനകത്ത് കില്ലിയർ ഒപ്പീനിയനിൽ എന്നാണ് കാണിച്ചേക്കുന്നത്. സോ നമ്മൾ ഓരോ ആൾക്കാരെ കില്ല് ചെയ്യണം. നമ്മുടെ ഉള്ള സാധനം ഉണ്ടോടാ? യെസ്, കൊന്ന്, അത്രേ ഉള്ളൂ. ഫസ്റ്റ് കളി നമ്മൾ കൊന്നതാണ്. ഇവിടെ വെക്കണം, അത് നല്ലത്.
എനിക്ക് തോന്നി ശരിയാകത്തില്ല. ഇതൊരു സുഖം. നമുക്ക് പോലീസ് ഇത് മതി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഈ ന്യൂസ് ചാനലില്ലേ അതിനകത്ത് നമുക്ക് വേറെ സാധനം ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാവേ. നമ്മളിവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഈ റിമോട്ട് സമയത്ത് നമുക്ക് വേറൊരു കാർ കിട്ടും. സോ ഇതും കൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ പോയിട്ട് തന്നെ ഇവിടെ പോയിട്ട് ഈ കാറിൻ്റെ ഗ്ലാസ് നടന്നുണ്ടോ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവന്മാർ ചാവും. ആണുണ്ടോ ഈ സൈഡിൽ ടെൻഡൻസിറ്റി അല്ല അങ്ങനെന്തോ ആണ് പേര്. അടുത്ത് ഇറക്കുക. ഇതേപോലെ അവിടെ കൊണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചാവും എല്ലാവരും. ജസ്റ്റ് ഇത്രേ ഉള്ളൂ പണി. നമുക്ക് ഈ പണി ചെയ്യാം. നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരെ കില്ലും ചെയ്തതുകൊണ്ട് ഇത്രേ ഉള്ളൂ പണി. സോ അവരെല്ലാവരും അവിടെ ഫൈറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് എല്ലാവരും കൊല്ലാം. ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പം ഗൈസ് നിങ്ങൾക്ക് ഗെയിം പ്ലേ എല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഗെയിം കളിച്ചു നോക്കിയിട്ട് നോക്കടാ. ഓ ഗൈസ് നമ്മളെ ആരോ കൊന്നു. എക്സ്ക്യൂസ് മീ. ചാവ് ചത്തി. നമുക്കിനി കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കണം എവിടെങ്കിലും പോയിട്ട്. ഓക്കെ, ആൾക്കാർ എൻ്റെ ബാക്കിൽ ആരുണ്ടല്ലോ. നമുക്ക് ബസ് എടുത്തുകൊണ്ട് പോകണം. അതാ ഏറ്റവും സിമ്പിൾ. ബസ്സാണ് ഏറ്റവും സിമ്പിള്. കാണിച്ചു തരാം. ഇത് കൊണ്ടവിടെ ചെന്നിട്ടേ ഒരു ബോംബ് വല്ലതും ഉണ്ടെങ്കിൽ ആദ്യം വെച്ചങ്ങ് പൊട്ടിക്കുക. ഓക്കെ, ചത്തി. നമുക്ക് ആ ടാങ്കർ എടുത്തോണ്ട് പോയാൽ പറ്റേ. ജയിച്ചാ നമ്മൾ 2 സ്റ്റാർ എടുത്തിട്ടുണ്ട് നമ്മൾ. സോ ഗൈസ് ഇതാണ് നമ്മുടെ ഗെയിം. ഇതിനകത്ത് നമുക്ക് വേറെ മൾട്ടിപ്ലെയർ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. സോ ഗൈസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതെല്ലാം കളിച്ചു നോക്കാം. ചാലഞ്ചസ് അതൊക്കെ നോക്കാം. ഡെയിലി ചാലഞ്ച് നോക്കാം. കളിച്ചു നോക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. കളിച്ചു നോക്കാം. ഓക്കെ, മുണ്ടാനയോ അങ്ങനെന്തോ ആണ് പേര്. ഓക്കെ, അത് സീനില്ല, അത് നോക്കണ്ട. പോട്ടെ. നമ്മൾ ചെത്ത്. ഇത് ഭയങ്കര പാടാട്ടോ. ഇത് നമുക്ക് ഈ വെപ്പൺസുകൾ ഉണ്ടാകണ്ടേ. നമ്മളെ എപ്പ കൊല്ലും നമുക്ക് ആർക്കും പറയാം. ഇച്ചിരി പാടാണ്. ബട്ട് വി ക്യാൻ. നമ്മളെന്തൊരു സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ്ടൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പറ്റും. ഫിനിഷ് ചെയ്യാൻ നോക്കാം. ബട്ട് അത്ര പെട്ടെന്ന് 6th കയറി. 15th 6th കയറി. ഓക്കെ നമ്മൾ ഡെയിലി ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ കളിച്ച് നോക്കാം. ഫസ്റ്റ് അടിക്കാൻ പറ്റും നോക്കാം. നമ്മൾ ഇടന്ന് മാറി ഓടും നല്ലതായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അടി വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെയും പണി കിട്ടി. നമ്മൾ 4th പോയിക്കൊണ്ടിരുന്നയാളാ. അപ്പോൾ ഒരു സൈഡ്. ഓക്കെ, 5th കയറി. നമ്മൾ 5th കയറിയിട്ടുണ്ട്. നമ്മളെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. സോ ഗൈസ് ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചത് നിങ്ങൾക്ക്. ഈ നമ്മുടെ നിങ്ങൾ ഈ സാധനം എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കോഡ് ബൈ ഫസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. സോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രിസൺ എസ്കേപ്പ് ആണ് കളിക്കാൻ പോകുന്നത്.
സോ ഇതിനകത്ത് മീൻസ് നിങ്ങളിത് കളിക്കുക, നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ കളിക്കണം കേട്ടോ. കാരണം ഈ ഗെയിം എങ്ങനെ മീൻസ് ഈ ഒരു സംഭവം എങ്ങനെ കളിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സോ ഒരു മിനിറ്റ്, നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഞാൻ കറക്റ്റ്ലി കാണിച്ചു തരാം. ഓക്കെ സോ നിങ്ങൾക്ക് ഫസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇവിടെ ആൾ വരുന്നുണ്ടായിരിക്കും. ഇയാളെ നമ്മളെ വിട്ടേക്കുക. ഇയാളെ വിട്ടിട്ട് നമ്മൾ ഈ ഒരു വഴിയുണ്ട്, അതായത് അവിടുന്ന് റൈറ്റ് എടുത്ത് താഴെ ഇടണം. അവിടെ പോലീസ് ഉണ്ട്. സോ അവിടുന്ന് നിങ്ങൾ നേരെ ഈ ഒരു സ്ഥലത്ത് നിന്ന് അതൊക്കെ വിട്ടേക്ക്. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥലം കാണാം, ഒരു പോലീസ് ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ വരണം കീ എടുക്കാൻ. അത് നിങ്ങൾ ഇത് കളിക്കുന്ന മിക്കവർക്കും ഭയങ്കര പാടായിരിക്കും ഈ സംഭവം, കാരണം അത്രയ്ക്ക് ഹാർഡാണ് സാധനം ഈ ഒരെണ്ണം. സോ ഈ പോലീസ് അത്രയ്ക്ക് മണ്ടനാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ സാധനം എടുക്കുക, ഓടുക. അപ്പോൾ ഓടിയിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു പ്രിസന്റ് ഒരു വഴി കാണാവേ. ഈ ഒരു വഴി. സോ ഇതിലേക്കൂടെ ഒരു നെറ്റ് ഇട്ടൊരു സംഭവമുണ്ട്. ഇതിന്റെ മണ്ടയ്ക്കൂടെ കയറുക, പോവുക. ഇവിടെ എത്തും അപ്പം ഇവിടെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്കിത് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഗെയിമാണ്. സോ ഇവിടെ എത്തുവാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഡൗട്ട് കാണും. സോ ഇവിടെ ഒരു പോലീസുകാരനുണ്ട്. സോ പോലീസുകാരൻ്റെ കാര്യം ആരോ ഉണ്ട് കേട്ടോ. ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് ആ ഒരു വഴിയുണ്ടോ, ആ വഴി വേണമെങ്കിൽ പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വഴി ഞാൻ കാണിച്ചു തരാം പോലീസിന്. ഓക്കെ സോ വേറൊരു വഴി എന്ന് പറയുന്നത് അടുത്തൊരു വഴി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ വഴി നിങ്ങൾ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെപ്പൺസ് വേണം. സോ ഇവന്മാരെയൊക്കെ കൊന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അവിടെ ഒരു റൂം കണ്ടോ, ആ റൂമിലോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. സോ അയ്യോ ഈ പോലീസിൻ്റെ കൈ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാവും, ഉറപ്പാണ്, ഒരു സംശയമില്ല. സോ നമുക്ക് ഒരെണ്ണം ഉള്ളത് ഹെലികോപ്റ്റർ എസ്കേപ്പ്. അതായത് ഈ പാഡിൽ ഒരു ഹെലികോപ്റ്റർ വന്നിറങ്ങും. നമ്മൾ വെപ്പൺസ് ഒക്കെ എടുത്ത് നമ്മൾ ഒരു പോലീസിനെ കൊന്നു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ വരും. അല്ലെങ്കിൽ വെപ്പൺ എടുത്ത് ആ ഒരു ഗാർഡിനെ കൊന്നിട്ട് നമുക്ക് ആ ഷിപ്പ് വഴി പോവാം. സോ ഇതിൽ ഏതെങ്കിലും ഒരു എസ്കേപ്പേ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 2 എസ്കേപ്പേ ഉള്ളം തോന്നും, അത്രേ ഉള്ളം തോന്നും. സോ അപ്പം ഈ 2 എസ്കേപ്പിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ ഇപ്രാവശ്യം എടുക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും വെപ്പൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പണി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ വെപ്പൺസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ, ഈ വെപ്പൺസ് ഫുള്ള് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പവർഫുൾ ആവും. അതായത് മീൻസ് എന്ത് പറയുന്നത്, നമുക്ക് ഫുള്ള് വെപ്പൺസ് കിട്ടും. അതായത് മിനി ഗൺ, ഗ്രനേഡ്, ഷോട്ട് ഗൺ, പിന്നെ ഫ്ലെയിം ത്രോവർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പവറായിരിക്കും ഗൈസ്. അതായത് പിന്നെ ഒന്നും പറയില്ല. ഏറ്റവും കൂടുതൽ ഈ മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നല്ല ഈ മാപ്പിനകത്ത് ഇതിനകത്ത് ഈ ഒരു സ്ഥലം കണ്ടോ, ഒരു ഒത്തിരി വെപ്പൺസ് കുവിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്ഥലം കണ്ടോ. നമ്മുടെ ഈ സ്ക്വയറിനകത്ത് ആ ഒരു റെഡ് ഡോട്ടിൻ്റെ ഏറ്റവും അറ്റത്ത് അവിടെ ഒരു കുറെ പച്ച കളറുള്ള സംഭവം കണ്ടോ, അവിടാണ് നമ്മൾ ചെല്ലേണ്ടത്. അപ്പം അവിടെ പോകാനായിട്ട് ഈ വഴി ഇങ്ങനെ കറങ്ങുന്നതിന് പകരം നമുക്കൊരു പണിയുണ്ട്. ഈ വഴി അങ്ങ് ഓടുക. ഈ വഴി ഓടിക്കഴിഞ്ഞാൽ അപ്പുറത്തെത്തും. സോ എത്രയും പെട്ടെന്ന് ഓടുക. ഓക്കെ ഓടി അതിനുശേഷം എന്താ ഇപ്പൊ പോയനെ അവിടെ ഒരു ഫ്ലെയിം ത്രോവർ കിട്ടി. അത് മാത്രം വെച്ച് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മള് ഒന്നും കൂടെ പോലീസിന്റെ കയ്യിരുന്നേ നമ്മള്. പക്ഷെ സീനില്ല. ഓക്കെ ഇനി നമ്മുടെ ഒരു ആറാട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അണ്ണൻ കാണിച്ചു തരാം എന്ത് സംഭവമാണ്. നിങ്ങൾക്ക് വെപ്പൺസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഒരു ഷോട്ട് ഗൺ ഇങ്ങോട്ട് എടുക്കുക, പൊട്ടിക്കാൻ ഇങ്ങോട്ട് തുടങ്ങുക. അടിച്ചങ്ങ് പൊട്ടിച്ച്. ഇനി വരുന്ന എല്ലാത്തിലും നമ്മൾ ഇവിടെ ഇട്ട് തീർക്കും കേട്ടോ. ഇവിടെ എല്ലാത്തിനും നമ്മളിപ്പോൾ തീർക്കും. അടിച്ചു പോകുമ്പോൾ നമ്മൾ പൊട്ടിക്കും കേട്ടോ.
ഇത്രയുള്ള ആൾക്കാർ ഇനി ഇഷ്ടം പോലെ. അതോ നമ്മുടെ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടേ. ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. ഫസ്റ്റ് എസ്കേപ്പ് ഇതാണ്. ഓക്കെ വേണ്ടേ കേറുക. ഇത് ഓടിക്കാൻ സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. ഇതാ ഇങ്ങനെ അങ്ങോട്ട് വളയ്ക്കുക. ഇതാണ് ഫിറ്റ് നമ്മളെ. അയ്യോ നമുക്ക് അവിടെ ഫുള്ള് ഗാർഡ്സ് ആണ്. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഫുള്ള് നശിപ്പിച്ചിട്ട് പോയാലും. സോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പച്ച സാധനം എന്ന് പറയുന്നത് വെപ്പൺസ് ആണ് കേട്ടോ. അപ്പം അങ്ങോട്ടങ്ങ് ഇറക്കി കൊടുത്താൽ മതി. ഇങ്ങനെ അങ്ങോട്ട് ഇറക്കുക. സാധനങ്ങൾ നമ്മുടെ കയ്യിലോട്ട് കിട്ടും. വെച്ചങ്ങ് പൊട്ടിക്കുക. അത്രേ നമുക്ക് പണിയുള്ളൂ. ഇറങ്ങി വെച്ചാൽ ഇതിനകത്ത് കയറുമാര്. നമ്മുടെ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച്. സോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഹെലികോപ്റ്റർ ചത്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം. ഇറങ്ങുക, അടിച്ചു പൊട്ടിക്കുക. അയ്യോ ഓക്കെ 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 ശീല കുറച്ച് എത്തിട്ടുണ്ടേ. നമുക്കൊരു വണ്ടി എടുക്കണം. ഒരു കാര്യം ചെയ്യാം, ഇതങ്ങ് എടുത്തേക്കാം. ഭയങ്കര സ്പീഡാട്ടോ ഇതിന്. പോലീസുകാരനെ ഞാൻ കാണിച്ചേ. നമ്മൾ സ്ഥലത്തെത്തി. യെസ്, നമ്മൾ ലെവൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ പണി. ഇത്രയുള്ള സാധനം. ഇത് ആണ് സത്യം പറഞ്ഞ ഏറ്റവും നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലെവൽ ഇതാണ് കേട്ടോ, പ്രിസൺ എസ്കേപ്പ് ചെയ്യുന്നത്. സോ അപ്പം ഇതാണ് നമ്മുടെ ഗെയിം പേ ബാക്ക് എന്ന് പറഞ്ഞത്. സോ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്തൊരു പുതിയൊരു വീഡിയോ നമ്മൾ പിന്നെയും തിരിച്ചു വരും. അപ്പോഴത്തേക്കും ബൈ ബൈ. പിന്നെ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുമെന്നറിയാം. എന്തായാലും നിങ്ങൾ ഓർമ്മിച്ചാണ്. ഓക്കെ ഗൈസ്, ബൈ ബൈ.